ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. കാലം പടിയിറങ്ങി MT ഇനി ദീപ്തസ്മരണ, വിടചൊല്ലി കലാകേരളം, അനുസ്മരിച്ച് പ്രമുഖർ, നഷ്ടമെളുപ്പത്തിൽ നികത്താനാവില്ലെന്ന് T പത്മനാഭൻ. ഖാദി മേളക്ക് തിരക്കേറുന്നു, മേള ന്യൂ ഇയർ വരെ. തലശ്ശേരിയിൽ മിന്നൽ പരിശോധനയുമായി പോലീസ്, കണ്ടെത്തിയത് നിയമലംഘനങ്ങളുടെ കൂമ്പാരം. ഓട്ടോയ്ക്ക് മുന്നിൽ മരം വീണ അപകടം, ഡ്രൈവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണം, മാർച്ചുമായി കോൺഗ്രസ്. ട്രെയിനടിയിൽ നിന്നും രണ്ടാം ജന്മം നേടി പവിത്രൻ, പിന്നാലെ കേസും. ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് CP ജോൺ, ഭൂരിപക്ഷ വർഗീയത അപകടം. വീണ്ടും മാലിന്യം, 2 സ്ഥാപനങ്ങൾക്ക് പിഴ. കേരള സ്റ്റേറ്റ് ടാങ്കർ വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് സമ്മേളനം നടന്നു. സമ്മേളനം C കണ്ണൻ സ്മാരക മന്ദിരത്തിൽ. രുചിക്കൂട്ടിന്റെ കഥ പറഞ്ഞുകൊണ്ട് ബേക്ക് സ്റ്റോറി തളാപ്പിലും, തുറന്നത് 18ാമത്തെ ഔട്ട്ലെറ്റ്. ഏച്ചൂറിനി ശുചിത്വ സുന്ദരം, സെൽഫി പോയിന്റും റെഡി. നോക്കാം വിശദമായ വാർത്തകൾ. കലയുടെ കുലപതിക്ക് വിട, MT ഇനി ഓർമ്മ, അനുസ്മരിച്ച് പ്രമുഖർ. MT വാസുദേവൻ നായർ പല മേഖലകളിലും കൈവച്ചിട്ടുണ്ട്, തന്നെ പോലെയല്ലെന്ന് T പത്മനാഭൻ. MTയുമായി 1950 മുതലുള്ള പരിചയമുണ്ടെന്നും അദ്ദേഹം അനുസ്മരിച്ചു. സമ്മിശ്രമായ ധാരാളം അനുഭവങ്ങൾ തങ്ങൾക്കിടയിലുണ്ട്, എന്നാൽ അവസാനമായി പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല. അനാരോഗ്യമാണ് കാരണമെന്നും T പത്മനാഭൻ പറഞ്ഞു. ഈ നഷ്ടം എളുപ്പത്തിലൊന്നും മലയാള സാഹിത്യത്തിന് നികത്താനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നെപ്പോലെയല്ല അദ്ദേഹം. ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവനാണ്. ചെറിയ കഥ. നോവലില്ല, സിനിമയില്ല, ആത്മകഥയില്ല, നാടകമില്ല. MT അങ്ങനെയല്ല. MT കഥകൾ എഴുതി, MT നോവലുകൾ എഴുതി, സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു, നാടകം എഴുതി, സിനിമ ഡയറക്റ്റ് ചെയ്തു. പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ്. എൻ്റെതൊരു ചെറിയ ലോകമാണ്. ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത്. ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ്സുകൊണ്ടൊന്നുമല്ല. എനിക്കത്രേ കഴിയുള്ളൂ. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തനായി ഞാൻ എൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി. അദ്ദേഹം അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും. അത് പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, സത്യമാണ്. സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്ക് അദ്ദേഹം പോയത്. ഞാൻ തുടങ്ങുമ്പോഴുള്ള ആ കൊച്ചു ലോകത്തിൽ ഇന്നും ഒതുങ്ങിക്കൂടുന്നു. അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരു ക്ലിഷേ, ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല. ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദി സാരി മേളയ്ക്ക് തുടക്കമായി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രം സംഘടിപ്പിക്കുന്ന മേളക്ക് ടൗൺ സ്ക്വയറിലെ ഖാദി ഗ്രാമ സൗഭാഗ്യയിലാണ് തുടക്കമായത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ വിദേശ വസ്ത്രത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഖാദി വളർന്നു വന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഭാഗമായിട്ടുള്ള സമരത്തിൽ ബ്രിട്ടീഷ് മേധാവികൾക്കെതിരായ സമരത്തിലുള്ള പങ്ക് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ നിൽക്കാനാണ്. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കാൻ സ്വന്തം കൈകൊണ്ട് നൂറ്റ നൂല്, അതിൽ സൃഷ്ടിച്ചെടുത്ത ഖാദി വസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് ദൃശ്യഭംഗിയുള്ള ഖാദിയം. ഇപ്പോൾ ആധുനികമായ സംവിധാനങ്ങൾ വന്നതോടുകൂടി പ്രഥമ ദൃഷ്ട്യ ഖാദിയാണെന്ന് മനസ്സിലാക്കാൻ ചില പ്രയാസം. എങ്കിലും അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇതൊരു ജീവിതചര്യയുടെ ഭാഗമായി സ്വീകരിക്കുന്നവരാണ് മഹാപ്രഭു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിനി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കളക്ടർ ഇൻചാർജ് പത്മചന്ദ്രക്കുറുപ്പ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, ഖാദി ബോർഡ് ഡയറക്ടർ ഇൻചാർജ് P ഷിബു, പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
തലശ്ശേരി കടൽപ്പാലത്തിന് സമീപത്തെ വിവിധ ലോഡ്ജുകളിൽ സബ് ഇൻസ്പെക്ടർ ദീപ്തിയുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങൾ പരിശോധന നടത്തി. മാലിന്യ സംസ്കരണവും വൃത്തിഹീനമായ ലോഡ്ജ് മുറികളിൽ അനധികൃതമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്നതിനെക്കുറിച്ചും നഗരസഭയ്ക്ക് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ആരോഗ്യ വിഭാഗം, റവന്യൂ വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവർ സംയുക്ത പരിശോധന നടത്തി. പരിശോധനയിൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ്, അതിഥി തൊഴിലാളികളുടെ കണക്കെടുപ്പ്, ശുചിത്വം, ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ, കെട്ടിടത്തിന് നമ്പറുകൾ, അനധികൃത നിർമ്മാണം, കാലപ്പഴക്കം, സ്ട്രക്ചർ സ്റ്റെബിലിറ്റി തുടങ്ങിയവ പരിശോധിച്ചു. കടൽപ്പാലം പരിസരത്ത് ജൈവ അജൈവ മാലിന്യങ്ങൾ കടലിലും പൊതുസ്ഥലത്തും വലിച്ചെറിയുന്നതിനെ പറ്റിയും അതിഥി തൊഴിലാളികൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനെക്കുറിച്ചും വെറ്റില, തമ്പാക്ക് മുറുക്കി തുപ്പുന്നതിനെക്കുറിച്ചും വൃത്തിഹീനമായ ലോഡ്ജ് മുറികളിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതിനെക്കുറിച്ചും നഗരസഭയ്ക്ക് ധാരാളം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റൽ ലോഡ്ജ്, രാജധാനി ലോഡ്ജ്, കംഫർട്ട് ലോഡ്ജ്, ബീച്ച് ലോഡ്ജ്, അംബാസിഡർ ലോഡ്ജ്, സീക്കിംഗ് ലോഡ്ജ്, അറേബ്യൻ ടവർ ലോഡ്ജ് തുടങ്ങിയവയിൽ പരിശോധന നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. തുടർന്നും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്ന് സംയുക്ത പരിശോധനാ സംഘം അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, ദിനേശ്, സ്മിനു, റവന്യൂ ഇൻസ്പെക്ടർ ജഗന്നാഥ്, ഓവർസിയർ രഞ്ജിത്ത്, ഡ്രൈവർ രാജേഷ് കക്ര തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോയ്ക്ക് മുന്നിൽ മരം വീണ് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എളയാവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു സംഭവം. കണ്ണൂരിൽ നിന്നും വാരത്തേക്ക് വരുന്ന ഓട്ടോയായിരുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിരകം സ്വദേശി പി കെ പ്രസാദിന്റേതായിരുന്നു ഓട്ടോ. ഇന്ന് 12 മണിയോടെ എളയാവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. കണ്ണൂരിൽ നിന്നും വാരത്തേക്ക് വരികയായിരുന്ന ഓട്ടോ ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതിരകം സ്വദേശി പി കെ പ്രസാദിന്റേതായിരുന്നു ഓട്ടോ. മരം ചരിയുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റിയെന്നും അതിനാലാണ് രക്ഷപ്പെട്ടതെന്നും പ്രസാദ് പറഞ്ഞു. ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു ട്രിപ്പ് ഇങ്ങനെ കൊണ്ടുപോയ ട്രിപ്പ് കണ്ണൂരിൽ എളയാവൂർ പഞ്ചായത്തിൽ നിന്ന് സാധനമായി എളയാവൂരിലേക്ക് പോകേണ്ടതാണ്. എളയാവൂരിലേക്ക് പോയിക്കൊണ്ട് പോകുമ്പോൾ ഈ ഇവിടുന്ന് വിട്ട് കുറച്ച് എൻ്റെ ഒരു മരം ചെരിയുമ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് തോന്നി. ആ തോന്നലിനോട് ഞാൻ ബ്രേക്ക് ചവിട്ടിൽ കഴിഞ്ഞു. ആ ചവിട്ടുമ്പോൾ തന്നെ മരം ശരിക്കും ചെരിഞ്ഞ് വീഴുകയായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിലെന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു കാര്യം സമയം കൊണ്ടാണ് ചവിട്ടി ആ സമയത്തുള്ള ബ്രേക്ക് കഴിഞ്ഞ് നേരെ കുറച്ചുകൂടി കൂടെ മരത്തിൻ്റെ പൂർണ്ണമായും അടിയിലാവും. ഓട്ടോയ്ക്ക് ചെറിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. താർ റോഡ് മുതൽ വാരം വരെ വലിയ രീതിയിലാണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ടി അജയന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും ചൊവ്വ KSB ഓഫീസിലെ KV അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും എത്തിയാണ് മാർഗ തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേള. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GITD ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ അവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GITD ക്ലാസ്സുകൾ കൊടുക്കുന്നത്. പിന്നെ GITD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഇനി വാർത്തയിലേക്ക്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിനെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബാ സാഹിബ് അംബേദ്കർ സമ്മാൻ മാർച്ച് നടത്തി. AICC മെമ്പർ VR നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജീവനാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രമാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഭരിക്കുകിൽ ഇന്ത്യയുണ്ട്.
കോൺഗ്രസ് ജീവിച്ചിരിക്കുകിൽ ഇന്ത്യ ജീവിക്കും എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾക്ക് ഇന്ന് പ്രസക്തിയേറെയാണ്. ഇന്ന് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ക്ഷീണം തട്ടിയിരിക്കുന്നു. ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. പാർലമെന്റിൽ പുതിയ പതിപ്പുകൾ അവതരിപ്പിക്കുമ്പോൾ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എടുത്തുമാറ്റാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് ഈ രാജ്യത്തുള്ളിടത്തോളം ഭരണഘടനയെ തകർക്കുവാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. ഈ അവഹേളനത്തിനെതിരെ രാജ്യത്താകമാനം കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം അലയടിക്കും. വി.ആർ. നാരായണൻ പറഞ്ഞു. അംബേദ്കർ ഇന്ത്യൻ ജനതയുടെ പ്രതീകമാണ്. ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതീകമാണ് അംബേദ്കർ. അംബേദ്കറെ പോലുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം വഹിച്ചു തരാൻ നേതൃത്വം നൽകിയത്. ആ സ്വാതന്ത്ര്യം നിലനിർത്തി മുന്നോട്ടേക്ക് പോകാൻ നേതൃത്വം നൽകിയത് അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ നേതാവാണ്. അമിത്ഷായ്ക്ക് അത് മനസ്സിലാകില്ല, നരേന്ദ്രമോദിക്ക് അത് മനസ്സിലാകില്ല. ഗുണ്ടാ രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷാ, അദ്ദേഹത്തിന് ഇത്തരം ജനാധിപത്യത്തെ കുറിച്ച് അറിയില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, ഷമ മുഹമ്മദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സമയോചിത ഇടപെടലിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനടിയിൽ കിടന്ന പവിത്രൻ ഇത് രണ്ടാം ജന്മം. പന്നേമ്പാറ റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു സംഭവം നടന്നത്. ഫോൺ ചെയ്ത് നടന്നപ്പോൾ ട്രെയിൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അടുത്തെത്തിയപ്പോൾ ട്രാക്കിലേക്ക് കമിഴ്ന്ന് കിടക്കുകയാണ് ചെയ്തതെന്ന് പവിത്രൻ പറഞ്ഞു. സ്കൂൾ വാഹനത്തിലെ ക്ലീനറാണ് പവിത്രൻ. വീഡിയോ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. മദ്യപിച്ചിരുന്നില്ലെന്നും പ്രാണരക്ഷാർത്ഥമാണ് ട്രെയിനിനടിയിൽ കിടന്നതെന്നും കണ്ണൂരിൽ ചീറിപ്പാഞ്ഞെത്തിയ ട്രെയിനിനടിയിൽ നിന്നും രക്ഷപ്പെട്ട പവിത്രൻ പറഞ്ഞു. എന്നാൽ ഭീതി ഇപ്പോഴും മാറിയിട്ടില്ലെന്നും ഫോൺ ചെയ്ത് നടന്നപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വരികയായിരുന്നു എന്നുമാണ് പന്നേൻപാറ സ്വദേശിയായ പവിത്രൻ പറയുന്നത്. ട്രെയിൻ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കിടക്കുകയായിരുന്നു. വണ്ടി കടന്നു പോകുന്നതുവരെ തലപൊക്കാതെ അവിടെ കുമ്പിട്ട് കിടന്നതിലാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. വണ്ടി പോയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ വ്യാപകമായതിനെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് പല കഥകളാണ് പുറത്തു വന്നത്. മദ്യപാനിയായ ഒരാൾ ട്രാക്കിൽ കിടന്നിട്ട് എഴുന്നേറ്റ് പോയെന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്. മദ്യപിച്ചിരുന്നില്ലെന്നും പ്രാണരക്ഷാർത്ഥമാണ് ട്രാക്കിൽ കിടന്നതെന്നും പവിത്രൻ പറഞ്ഞു. സ്കൂൾ വാഹനത്തിലെ ക്ലീനറാണ് പവിത്രൻ. വീഡിയോ കണ്ടപ്പോൾ ഉള്ളിൽ പേടി തോന്നിയെന്നും പവിത്രൻ പറഞ്ഞു. സ്ഥിരമായി ഇതുവഴി പോകാറുണ്ടെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവമെന്നും പവിത്രൻ പറഞ്ഞു. ദിവസവും ജോലി കഴിഞ്ഞ് പാളത്തിൽ കൂടെയാണ് കളരി അഭ്യാസി കൂടിയായ പവിത്രൻ വീട്ടിലേക്ക് വരാറുള്ളത്. സംഭവത്തെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേ പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പിന്നാക്ക സംഘടനയായ BDJS UDF-ലേക്ക് വരണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരം. ഇത് BDJS തിരിച്ചറിയണം. അവർ ഉൾപ്പെടുന്ന പിന്നാക്കക്കാർ സംവരണം വേണ്ടെന്ന BJP-യുടെ നിലപാടിനെ എതിർക്കണമെന്നും CP ജോൺ പറഞ്ഞു. ജാതി സെൻസ് ഉൾപ്പെടെയുള്ളവ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് അംഗീകരിക്കുന്നത്. പിന്നോക്കക്കാർക്ക് എതിരെ നിൽക്കുന്ന അമിത്ഷായുമായി മുന്നണിയിൽ ഇരിക്കണോ എന്ന് BDJS-നെ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിലെ അംഗങ്ങൾ ചിന്തിക്കണമെന്നും CP ജോൺ പറഞ്ഞു. BJP ഉയർത്തുന്ന ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം കൊണ്ട് ജയിക്കാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജയരാഘവനെ പോലുള്ള ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് MP ഗോവിന്ദനുമെല്ലാം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അതേ അർത്ഥത്തിൽ അത് പിണറായി വിജയൻ പറയുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷേ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വിജയരാഘവനും ഗോവിന്ദനും അത് ആവർത്തിക്കുകയാണ്. BJP-യുടെ പരാജയം ഇവിടുത്തെ 1-2 ചെറിയ മുസ്ലിം പാർട്ടികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കേന്ദ്രീകൃത പാർട്ടികൾക്ക് ചാർത്തി കൊടുക്കുകയാണ്. അവരുമായി ഞങ്ങൾ ചേർന്നതുകൊണ്ടാണ് ജയിച്ചത് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ 65% വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത്. 65% വോട്ട്. 22% വോട്ടാണ് LDF-ന്റെ സ്ഥാനാർത്ഥി സത്യം മൊകേരിക്ക് കിട്ടിയത്. 10% വോട്ടാണ് BJP-ക്ക് കിട്ടിയത്. പിന്നെ ചെറിയ ചെറിയ വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ 65% വോട്ട് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമ്പോഴും ആ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയുക എന്ന് പറഞ്ഞാൽ
RSSനെ പോലും ലജ്ജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ന്യൂനപക്ഷ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരമാവുന്നതെന്ന് CP ജോൺ പറഞ്ഞു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. ഇന്ത്യയിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. അവരോളം അപകടകരമല്ല ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷങ്ങൾ മത തീവ്രവാദത്തിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ മതേതര ചേരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഈ അർത്ഥത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP പറയുന്നതെന്ന് CP ജോൺ വ്യക്തമാക്കി. CPM ജയിച്ചത് BJPക്ക് ആത്മവിശ്വാസം പാടില്ലെന്നും മലബാറിലെ പോലെയല്ല തിരുവിതാംകൂർ എന്നും CP ജോൺ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CA അജീർ, P സുരേഷ് ബാബു, സുധീർ കടന്നപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് തള്ളിയതിന് 2 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. വളപട്ടണം പാലത്തിന് സമീപം പഴയങ്ങാടി റോഡിൽ മാലിന്യങ്ങൾ തള്ളിയതിനാണ് പിഴയിട്ടത്. അറഫ ഫ്രൂട്ട് ഷോപ്പിൽ നിന്നുള്ള മാലിന്യങ്ങളും ഗാലക്സി പ്രിയോണ്ട് ബൈക്സ് എന്നീ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളുമാണ് തള്ളിയത്. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ പിഴ ചുമത്തി. 2 സ്ഥാപനങ്ങളിലെയും ഉടമസ്ഥരെ സംഭവസ്ഥലത്ത് വിളിച്ചു വരുത്തി മാലിന്യങ്ങൾ തിരികെ എടുപ്പിച്ചു. 2 സ്ഥാപനങ്ങൾക്കും 5,000 രൂപ വീതം പിഴ ചുമത്തി. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിൽ KV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ CITU ഭാരതീയ പെട്രോളിയം കമ്പനി ലിമിറ്റഡ് കണ്ണൂർ യൂണിറ്റ് സമ്മേളനം C. കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം അരക്കൻ ബാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2024 അവസാനിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂതകാലം മനസ്സിലാക്കി ഭാവികാലത്തെ ഉദ്ധരിപ്പിക്കാൻ വർത്തമാന കാലഘട്ടത്തിലെ സവിശേഷതകൾ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് കല്ലും നെല്ലും ഏതാണെന്ന് മനസ്സിലാക്കി ഇടപെടൽ ശക്തിയായി മുമ്പില്ലാത്ത വിധം നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് കടന്നു വരാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുമ്പൊരിക്കലും സ്വീകരിക്കാത്ത വിധം അവർ സ്വീകരിക്കുന്ന നടപടി വഴിവെച്ചത് എന്ന കാര്യം ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അടഞ്ഞുകിടക്കുന്ന BPCL കണ്ണൂർ ഡിപ്പോ ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. PP ദിനേശൻ അധ്യക്ഷത വഹിച്ചു. A. പ്രേമരാജൻ, K. ജയരാജൻ, K. പവിത്രൻ, PV ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂർ ശുചിത്വ സുന്ദര ബസാർ ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ഏച്ചൂർ ബസാറിൽ കാനറ ബാങ്ക് സ്പോൺസർ ചെയ്ത സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ VK ശ്രീകാന്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഏച്ചൂരിൽ ശുചിത്വ സുന്ദര ബസാർ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അതോടൊപ്പം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയും ഏച്ചൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ശുചിത്വത്തോടൊപ്പം സമാധാനപൂർണമായ ഗ്രാമാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് 2 പരിപാടികളുടെയും ഉദ്ദേശം. ഏച്ചൂർ ശ്രീനാരായണ വിലാസം വായനശാലയാണ് 2 പദ്ധതിക്കും നേതൃത്വം നൽകുന്നത്. പ്രദേശത്തെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും വിവിധ സ്ഥാപനങ്ങളും പരിപാടികളിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഏച്ചൂർ ബസാറും പരിസരവും ശുചീകരിക്കുന്നതോടൊപ്പം സൗന്ദര്യവൽക്കരണവും വിവിധ ബോധവൽക്കരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തിവരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ബസാറിൽ ഒരു സെൽഫി പോയിന്റ് സ്ഥാപിച്ചത്. കാനറ ബാങ്കിന്റെ ഏച്ചൂർ ശാഖയാണ് സെൽഫി പോയിന്റ് സ്പോൺസർ ചെയ്തത്. ബാങ്കിന്റെ ഒരു ആശയമനുസരിച്ച്, നമ്മുടെ ഒരു സ്ഥാപിത തത്വമനുസരിച്ചിട്ട് നമ്മുടെ സ്ഥാപകൻ പറഞ്ഞിട്ടുള്ളത്, ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഒരു കേവലമായ ഒരു സാമ്പത്തിക സ്ഥാപനം മാത്രമല്ല, എന്നാൽ അത് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ഒരു സാമൂഹ്യ സ്ഥാപനമായി മാറണമെന്നുള്ളതാണ്. കാനറ ബാങ്ക് ഏച്ചൂർ ശാഖയെ സംബന്ധിച്ചോളം വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ 10 വർഷം ഈ ശാഖ പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ്. ഈ ഏച്ചൂരിലും അതുപോലെ മുണ്ടേരി പഞ്ചായത്തിലുമുള്ള വിവിധങ്ങളായ വായനശാലകളിലും സ്കൂളുകളിലും ഒരുപാട് CSR ആക്ടിവിറ്റീസ് കാനറ ബാങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശുചിത്വ സുന്ദര പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ സെൽഫി പോയിന്റ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് പല പരിപാടികളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു
CSR ഫണ്ടാണ് ബാങ്ക് അനുവദിച്ചിട്ടുള്ളത്. ഏച്ചൂർ ബസാറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഹാപ്പിനെസ് വില്ലേജ് ജോയിന്റ് കൺവീനർ പട്ടൻ ഭാസ്കരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി രവീന്ദ്രൻ, ജിതേഷ് മച്ചാട്ട്, കാനറ ബാങ്ക് ഏച്ചൂർ ബ്രാഞ്ച് മാനേജർ M സിദ്ധാർത്ഥൻ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K രാജൻ എന്നിവർ സംസാരിച്ചു. രുചിക്കൂട്ടിന്റെ പുത്തൻ കഥകൾ പറഞ്ഞുകൊണ്ട് ബേക്ക് സ്റ്റോറി തളാപ്പിലും. കണ്ണൂരിന്റെ ഹൃദയഭാഗമായ തളാപ്പിൽ ബേക്ക് സ്റ്റോറിയുടെ 18ാമത് ഔട്ട്ലെറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. മേയർ മുസ്ലിഫ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണപ്രിയരുടെ നാടായ കണ്ണൂരിന് വൈവിധ്യങ്ങളായ രുചികളും കലർപ്പില്ലാത്ത ഭക്ഷണങ്ങളും നൽകുക എന്ന ചിന്താഗതിയിലൂടെ നീങ്ങുന്ന ബേക്ക് സ്റ്റോറിക്ക് കണ്ണൂരിൽ ഇനിയും വിവിധ സ്ഥലങ്ങളിൽ പുതിയ സംരംഭം തുടങ്ങാൻ കഴിയട്ടെയെന്ന് മേയർ ആശംസിച്ചു. കഴിഞ്ഞ ദിവസം ഡിസംബർ 24 ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് കഴിഞ്ഞു. ഓരോ ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന സെമിനാറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. അപ്പോൾ അവിടെയൊക്കെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം മാർക്കറ്റിൽ കസ്റ്റമറാണ് കിങ് എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമർ തീരുമാനിക്കുമ്പോൾ അത്തരം അവനിഷ്ടപ്പെട്ട രീതിയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാൻ ഒരിടം അത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. തുടർന്ന് നടന്ന ചടങ്ങിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കേഴ്സിന് മൊമെന്റോ നൽകി ആദരിച്ചു. രുചി വൈവിധ്യങ്ങളിൽ ആധുനിക പാതയിലൂടെ സഞ്ചരിക്കുന്ന ബേക്ക് സ്റ്റോറി വിശാലമായ സൗകര്യത്തോടു കൂടിയാണ് പുതിയ ഔട്ട്ലെറ്റ് തുറന്നത്. കഫേ സ്റ്റോറിയാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഇന്റർനാഷണൽ ലെവലുള്ള കോഫി ഇവിടെ നിന്നും ലഭിക്കും. കൂടാതെ 200 പേർക്ക് ഇരിക്കാവുന്ന മിനി ഓഡിറ്റോറിയം ഹൃദ്യമായ ആതിഥേയത്വവും ബേക്ക് സ്റ്റോറിയെ വേറിട്ടതാക്കുന്നു. സ്മൂത്തീസ്, ഷേക്ക്, ചായ, കാപ്പി, കോൾഡ് കോഫി തുടങ്ങിയ വിവിധയിനം പാനീയങ്ങളും പാസ്ത, ബർഗർ, സാൻഡ്വിച്ച് തുടങ്ങിയവയുടെയും രുചി അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. വിവിധതരം ഹൽവകൾ, ഈന്തപ്പഴം, കേക്കുകൾ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയുണ്ട്. നല്ല രുചികരമായ ബേക്കറി ഫുഡും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കണ്ണൂരിൽ തന്നെ നമ്പർ 1 ഓടിക്കൊണ്ടിരിക്കുന്ന ബേക്കറിയാണ് ബേക്ക് സ്റ്റോറി. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് കഫേയാണ്. കഫേ എന്ന് പറഞ്ഞിട്ട് കഫേയാണ് നമ്മൾ ഇതാക്കില്ല. ഇൻ്റർനാഷണൽ ലെവലിലുള്ള നല്ല രീതിയിലുള്ള കഫേയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ കഫേ എന്ന് തന്നെ നമുക്ക് പറയാം, സൂചിപ്പിക്കാം. വിശാലമായ സൗകര്യത്തോടു കൂടിയിട്ടുള്ള നല്ലൊരു കഫേയാണ് നമ്മളിവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബർത്ത്ഡേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള ഹാളും മുകളിൽ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പേരുപോലെ തന്നെ ബേക്ക് സ്റ്റോറി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കഥ പറയുന്നു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.